ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും വിഷ്ണു ചേട്ടനുമൊക്കെ ഒരു എൻഗേജ്മെൻറ്റിന് പോകാൻ തയ്യാറെടുക്കുകയാണ്. അമ്മയും അച്ഛനും ഈ എൻഗേജ്മെൻറ്റിന് വരുന്നില്ല. അച്ഛനിടയ്ക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു, പനിയും ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇപ്പോൾ അച്ഛൻ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. വീട്ടിലെത്തി ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഈ യാത്ര ഇതിപ്പോൾ കിളിമാനൂർ വരെ പോകണം. അപ്പോൾ യാത്ര കുറച്ചും കൂടെ കഴിഞ്ഞ് ചെയ്യാമെന്ന് കരുതി ഈ യാത്രയ്ക്ക് അച്ഛനും അമ്മയും വന്നില്ല. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും പകരം ഞാനും വിഷ്ണു ചേട്ടനാണ് ജാഥാംകോട്ടയ്ക്ക് പങ്കെടുക്കാൻ പോയത്. അപ്പം പിന്നെ ഞങ്ങളുടെ ഒപ്പം കൊച്ചനും കുഞ്ഞമ്മയും ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടെ ഒന്നിച്ചാണ് പോയത്. ഇവിടെ നിന്ന് മലയൻകീഴിൽ നിന്ന് കൊച്ചനും കുഞ്ഞമ്മയും മാളൂൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് മാളൂ അവരെയും വിളിച്ച് ഞങ്ങളൊന്നിച്ച് കിളിമാനൂർക്ക് യാത്ര പോയി. പിന്നെ പള്ളിച്ചലിന് താരാമായി, ഗിരിമാമൻ, റാണിഞ്ഞ, സീതാമായി, നിഷാമായി, അങ്ങനെ എല്ലായിടത്തുനിന്നും കുറച്ച് വിധ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എല്ലാവരും അവരവരുടെ വണ്ടിയിൽ തന്നെ അങ്ങ് എത്തിയത്. അങ്ങനെ എല്ലാവരും കൂടെ കുറേ നേരം നമുക്ക് സംസാരിക്കാനും, കാരണം കുറേ നാൾക്ക് ശേഷം ഓരോരുത്തരെ ഇങ്ങനെ കാണുമ്പോൾ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കും. പിന്നെ എൻഗേജ്മെൻറ്റ് അവിടെ ആദ്യം ജാഥ കൈമാറ്റമാണ്. അതിന് ശേഷമായിരുന്നു മോതിരം മാറലുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. പെൺകുട്ടിയുടെ പേര് നിധി. അങ്ങനെ അവരുടെ എൻഗേജ്മെൻ്റ് ആണ്. ശ്രീകുട്ടൻ എൻഗേജ്ഡായി എന്നാണ്. അടുത്ത കല്യാണം ചിങ്ങത്തിലാണ്. അപ്പോൾ കല്യാണ ദിവസം അവർ നോക്കി നേരത്തെ പറഞ്ഞു. അവിടെ ചിങ്ങത്തിൽ സെപ്റ്റംബർ 7-ാം തീയതിയാണ് ഈ കല്യാണം. അപ്പോൾ അടുത്ത് നമ്മൾ കല്യാണത്തിനായി ഇങ്ങോട്ട്. അപ്പം ഞങ്ങളെല്ലാവരും വിഷ്ണു ചേട്ടനും കൊച്ചിനൊക്കെ ആദ്യത്തെ കഴിച്ചു. അപ്പോൾ നമ്മളവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. അമ്മുഞ്ഞമ്മൂമ്മയും അമ്മുഞ്ഞപ്പൂപ്പനും ഉണ്ടായിരുന്നു. സിന്ധുഞ്ഞ ഇല്ലായിരുന്നു. ഗൗരിയും ബാലുക്കൊച്ചനും കൂടെയാണ് വന്നത്. മഞ്ജുഞ്ഞ, ആര്യ, നന്ദു, അങ്ങനെ എല്ലാവരെയും കണ്ടു. അപ്പോൾ ഇത് അമ്മായി. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പള്ളിച്ചയിൽ നിന്ന് വന്ന എല്ലാവരും കിളിമാനൂർ ഗിരീഷ് കൊച്ചൻ്റെ വീട്ടിൽ പോയി. അത് റാണിഞ്ഞയുടെ ഹസ്ബൻഡ് ഗിരീഷ് കൊച്ചൻ്റെ വീട് കിളിമാനൂരാണ്. അപ്പം ഗിരീഷ് കൊച്ചൻ ഇവിടെ നാട്ടിലില്ല, ജോലിയായിട്ട് ആവശ്യം പുറത്തോട്ട് പോയിക്കുകയാണ്. അവർ റാണിഞ്ഞ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കാരണം അതിൻ്റെ അടുത്തായിരുന്നു ഈ ഫംഗ്ഷൻ നടന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കിളിമാനൂർ ഗിരീഷ് കൊച്ചൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഏകദേശം പള്ളിച്ചേന്ന് വന്ന എല്ലാവരും അവിടെ വന്നിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ അവിടെ ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കൂടെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി. കാരണം അതിന് ശേഷം കൊച്ചിനും കുഞ്ഞമ്മയ്ക്കും ഒരു കൊല്ലത്തൊരു മരണത്തിന് പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗിരീഷ് കൊച്ചൻ്റെ വീട്ടിൽ കയറിയിട്ടും ഞങ്ങൾ അവിടെ ഒരു അരമണിക്കൂറോളം സ്പെൻഡ് ചെയ്ത് കാണും. പിന്നെ അവിടെ നിറച്ച് ചെടികൾ, നല്ല നാട്ടിൻപുറമായ പ്രദേശം. അവിടെ അമ്മൂമ്മ നിറച്ച് ചെടികളെല്ലാം, അമ്മൂമ്മ കുറേ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ നട്ടു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കയറിയിരുന്നു. പിന്നെ സദ്യ കഴിച്ചിട്ടല്ലേ വന്നത്. പിന്നെ സദ്യ കഴിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ വന്നപ്പം റാണിഞ്ഞ അമ്മൂമ്മ നാരങ്ങ എഴുപ്പുണ്ട് കലക്കാൻ. അങ്ങനെ റാണിഞ്ഞ നാരങ്ങ കലക്കാൻ. റാണിഞ്ഞ സഹായിക്കാണ്ട് താരാമായിയും എല്ലാം കൂടെ വന്നു. പിന്നെ താരാമായി റാണിഞ്ഞ കൂടെ തന്നെ വേഗം അമ്മുമ്മയും ഗിരീഷ് കൊച്ചൻ്റെ സഹോദരി ഉണ്ടായിരുന്നു, ഗ്രീഷ്മ ചേച്ചി. അപ്പോൾ അവരെല്ലാം അങ്ങോട്ട് ചേർന്ന് പെട്ടെന്ന് നാരങ്ങ വെള്ളമൊക്കെ കലക്കി എല്ലാവർക്കും നാരങ്ങ വെള്ളമൊക്കെ കൊടുത്തു. നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ കുറച്ചൊരു അവിടെയൊക്കെ ഇരുന്ന് പാചകം അടിച്ചിട്ട് തിരിച്ചിറങ്ങി. കാരണം പിന്നെ അടുത്ത് 4 മണിയൊക്കെ ആകുമ്പം കൊച്ചിനും കുഞ്ഞമ്മയ്ക്കും പോകണം. അപ്പോൾ കുഞ്ഞമ്മയുടെ അനിയത്തിയും ഒക്കെ വരുമെന്ന് പറഞ്ഞിരുന്നു അവർ മരണത്തിന് പോകാനായിട്ട് അവർക്ക്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ചെറിയൊരു യാത്ര എന്നാൽ എല്ലാവരെയും കൂടെ ഒന്ന് കാണാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ വെച്ച് കാണുന്നത് വരെ ബൈ.